ആത്മാവിൻ്റെ ഏഴാമത്തെ ഫലമായ വിശ്വസ്തത ഉടമ്പടി ബന്ധത്തിലൂടെ വിവാഹിതയായി തീർന്ന സ്ത്രീയെ ഉപേക്ഷിക്കുന്നതും അന്യദേവന്മാരെ ആരാധിക്കുന്ന സ്ത്രീകളെ വിവാഹം ചെയ്യുന്നതും അവിശ്വസ്തതയായി മാലാഖി 2:10 മുതൽ 17 വരെയുള്ള വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് സീനായി മലയിൽ വെച്ച് ദൈവം കൊടുത്ത ഉടമ്പടിയാണ്. അത് പാലിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ഒരേ പിതാവിൽ നിന്നും ജനിച്ചവരും ഒരേ ഉടമ്പടിക്ക് വിധേയരായവരുമായ ആളുകളുടെ ഇടയിൽ ഉണ്ടായേക്കാവുന്ന അവിശ്വസ്തതയെ പശ്ചാത്താപത്തോടുകൂടിയാണ് ഗ്രന്ഥകർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശലോമോൻ അന്യദേവന്മാരെ ആരാധിക്കുന്ന സ്ത്രീകളെ വിവാഹം ചെയ്യുക വഴി കൽപ്പന ലംഘിക്കുകയും അന്യദൈവ ആരാധനയിലേക്ക് സ്വയം വീണുപോയതും രാജവംശം നഷ്ടപ്പെടുവാൻ തന്നെ കാരണമായി. അന്യ സ്ത്രീകളെ സ്വീകരിക്കുന്നവർ സ്വജാതിക്കാരായ സ്ത്രീകളെ ഉപേക്ഷിക്കുന്ന പതിവ് കൂടി അക്കാലത്തുണ്ടായി. ഇത് ദേശത്തോട് ചെയ്യുന്ന അപരാധവും യഹോവയോട് ചെയ്യുന്ന തെറ്റുകൂടിയാണ്. അങ്ങനെയുള്ളവർ പൗരാവകാശവും മതപരമായ അവകാശങ്ങളും നഷ്ടപ്പെടുത്തി കളയുന്നു. ഇസ്രായേലരുടെ യാഗങ്ങൾ സ്വീകരിക്കപ്പെടാതെ പോകുന്നതിൻ്റെ കാരണം ഇതൊക്കെയും ചെയ്തിട്ടും അവരുടെ അനുതാപം ബാഹ്യപ്രകടനമായി അവശേഷിക്കുന്നു. വിവാഹ ജീവിതത്തിൽ അവ പ്രകടമാക്കുന്നതുമില്ല. സ്ത്രീക്ക് അവരുടെ വ്യക്തിത്വമുണ്ടെങ്കിലും ദൈവം സ്ത്രീ പുരുഷന്മാരെ ഒന്നായി സൃഷ്ടിച്ചിരിക്കുന്നു. അവരിൽ നിന്നും സന്താനങ്ങളും തലമുറയും ഉണ്ടാകുക എന്നത് ദൈവ ഇഷ്ടമാണ്. അതിനാൽ യൗവനത്തിലെ ഭാര്യയോട് ഒരു പുരുഷനും അവിശ്വസ്തത കാട്ടരുതെന്ന് വേദഭാഗം പൗലോസ്ലീഹായുടെ എഴുത്തുപോലെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മണവാളനായ ക്രിസ്തു മണവാട്ടിയാകുന്ന സഭയോട് വിശ്വസ്തനായിരിക്കുന്നത് പോലെ സഭ തലയാകുന്ന ക്രിസ്തുവിനോടും ഭാര്യാഭർത്താക്കന്മാർ അന്യോന്യവും വിശ്വസ്തരായിരിക്കണം. വിശുദ്ധിയുള്ള തലമുറയുടെ ജനനത്തിനും വളർച്ചയ്ക്കും നിത്യത പ്രാപിക്കുവാനും അത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ നിയമങ്ങളെ അനുസരിക്കുന്നവരായി ജീവിച്ചാൽ മാമോദീസായിലൂടെ രാജകീയ പുരോഹിത വർഗമായി തീർന്ന സത്യവിശ്വാസിയുടെ തലമുറയിൽ നിന്നും ക്രിസ്തുവിൻ്റെ രാജ്യത്വവും പൗരോഹിത്യവും നഷ്ടപ്പെടുകയില്ല എന്ന് മാത്രമല്ല, നാം വിശുദ്ധ വംശവും സ്വന്തം ജനവുമായി എന്നേക്കും നിൽക്കും. ആയതിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നയിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.